ഗുഡ് മോർണിംഗ്. നമ്മൾ ആരെങ്കിലും വാരണാസി എന്ന് പറയുന്ന സ്ഥലം ബാംഗ്ലൂരിൽ കേട്ടിട്ടുണ്ടോ? ഞാനും കേട്ടത് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ്. ഇപ്പം നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ പുറം ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടി വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പം ഈ അടുത്ത് ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മളെ കൊച്ചി എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള പോലീസുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റാസിലൊരു മിസ്സിങ് കേസ് ഉണ്ട്, ഒന്ന് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, അവർ മീൻസ് എറണാകുളത്ത് നിന്നാണ് ആൾ ഇവിടേക്ക് മിസ്സിങ് ആയിട്ടുള്ളത്, കുട്ടികളായിട്ടാണ് മിസ്സിങ് ആയിട്ടുള്ളത്. സോ അവർ ഇവിടെ എത്തി, ലൈക്ക് കാർമലാരം കെയർപുരം ഭാഗത്ത് അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയത് ആ ലേഡി. അപ്പം ഇറങ്ങിയ സമയത്ത് ഇവർ ഒരാളെ മീറ്റ് ചെയ്തു, അയാളായിട്ട് സംസാരിച്ചു, ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട് അയാളോട് പറഞ്ഞത് ഞാൻ വാരണാസിയിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ അയാളെ ഇവർ ചോദ്യം ചെയ്ത്, പോലീസുകാർ ചോദ്യം ചെയ്ത് സംസാരിച്ച സമയത്ത് കിട്ടിയൊരു വിവരം ഈ കുട്ടി വാരണാസിയിലേക്ക് ഇനി ഇവിടെ നിന്ന് പോകാമെന്നുള്ളതാണ്. അപ്പം പോലീസുകാരും ചിന്തിച്ചൊരു കാര്യം, എന്താ പറയുക, വാരണാസിയിലേക്ക് ഡയറക്റ്റ് പോയി എന്നുള്ളതാണ് ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ വാരണാസിയിലേക്ക് എങ്ങനെ പോയിന്നോ അല്ലെങ്കിൽ എന്താണോ അടുത്ത ഡീറ്റെയിൽസ് എന്നോ ഒരു കാര്യങ്ങളും പോലീസുകാർക്ക് അറിയില്ല. അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചു, റാസിൽ അവർ വാരണാസിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്, ഇവിടെ നമ്മൾ ബാംഗ്ലൂർ എത്തിയപ്പോഴാണ് ഈ ഒരു വിവരം അറിഞ്ഞത്. സോ അതിലുള്ളൊരു കാര്യം ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഗൂഗിളിൽ, ബാംഗ്ലൂർ വാരണാസി പ്ലേസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നോക്കുമ്പോൾ രാമമൂർത്തി നഗർ വാർഡിൽ വാരണാസി എന്നുള്ളൊരു പ്ലേസ് ഉണ്ട്. ഒരു കെയർപുരം ആ ഒരു ഏരിയ വെച്ചിട്ട് വാരണാസി എന്നുള്ള ഒരു ചെറിയൊരു സ്ഥലമുണ്ട്, വില്ലേജ് ഏരിയ. അപ്പം എന്താ പറയുക, ആ സമയത്ത് ഞാൻ ഷോക്കായിപ്പോയി. ബാംഗ്ലൂരിൽ വാരണാസി എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടി ഉണ്ടോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാംഗ്ലൂരിലേക്ക് ഒരുപാട് ആൾക്കാർ ഒളിച്ചോടി വരുന്നുണ്ട്. എന്താ പറയുക, നാട്ടിൽ നിന്നും, ലൈക്ക് നാട്ടിൽ നിന്നാണ് കൂടുതൽ പേര് ഒളിച്ചോടി വരുന്നത്. പക്ഷേ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല, പക്ഷേ പല രീതിയിലും അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പം നിങ്ങൾ കഴിയുന്നതും ഒളിച്ചോടി വരുന്നവർ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. എനിക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞൊരു 6 മാസത്തിനിടയിൽ ഒരു 5 കേസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടി വന്നു. പോലീസുകാർ നമ്മളെ വിളിക്കും, ഒന്ന് ഇങ്ങനെ ഒരാളാണ്, ട്രേസ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് കിട്ടിയ ക്ലൂ ഇതാണ്, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് ഇങ്ങനെ പോയത്, അല്ലെങ്കിൽ ഈ ഫോൺ യൂസ് ചെയ്തിട്ടാണ് അയാളുടെ മെസ്സേജ് വന്നിരിക്കുന്നത്, അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടാവും ചോദിച്ചിട്ട് ഒരുപാട് നമുക്ക് കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ കഴിയുന്നതും ബാംഗ്ലൂരിലേക്ക് എന്താ പറയുക, പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൽ എടുത്ത് ചാടി ഒളിച്ചോടി വരാക്കുക. കുറേ പേര് വന്നിട്ട് നേരെ പോയി നിന്നിട്ട് മടിവാളെ വന്നിരിക്കും. നേരെ ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ബാംഗ്ലൂർ മടിവാളയിൽ നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു ജീപ്പ് കാണും. കാരണം എന്താ, അത്രയും ഓരോ കേസുണ്ടാവും. ഒളിച്ചോടി നേരെ എത്തിയിട്ടുണ്ടാവും ആദ്യം തന്നെ ബാംഗ്ലൂരായിരിക്കും. ബാംഗ്ലൂർ വന്ന ഒരാളെ പരിചയപ്പെട്ട് അയാളെ കൂടെ കുറച്ച് ദിവസം സ്റ്റേ ചെയ്ത്, ചിലപ്പോൾ ഒരു പെൺകുട്ടിയാവാം, ആൺകുട്ടികൾ ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ റൂമിലായിരിക്കും നിൽക്കുക. പെൺകുട്ടികളാണെങ്കിൽ ട്രെയിനിൽ വരുന്ന വഴിക്ക് ആരെങ്കിലും ഒരാളെ പരിചയപ്പെട്ട് ആ പരിചയപ്പെട്ടിട്ടുള്ള ആളെ കൂടെ റൂം സ്റ്റേ ചെയ്ത് ചിലപ്പോൾ 1-2 ആഴ്ച ഇവിടെ നിന്ന് പിന്നെ അയാളായിട്ടൊരു കച്ചറുണ്ടായി പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പോലീസുകാർ പിടിക്കലാണ്. അപ്പം അങ്ങനെയാണ് കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഴിയുന്നതും ശ്രദ്ധിക്കാം. ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടി പെട്ടെന്ന് എന്തെങ്കിലും നാട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടി, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ 5 കേസുകളിലും 4 സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒളിച്ചോടി വന്ന കേസുകളാണ്. അപ്പം ഞാനൊന്ന് എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ബാംഗ്ലൂരിൽ നിങ്ങൾ വന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾ സേഫ് ആവണമെന്നില്ല. കാരണം ഇവിടെ വന്നാലും പല രീതിയിലും നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ശ്രദ്ധിക്കുക.